എന്ത് പറ്റി? എന്താ പ്രശ്നം? പിന്നെ നിന്റെ പേരെന്താ? റേച്ചൽ കിം എന്നാ എന്റെ പേര്. എന്ത് നീ പറയുന്ന ശരിയാണോ? ശരിക്കും ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മുടെ രണ്ടുപേരുടെയും പേര് തമ്മിൽ എന്ത് കോയിൻസിഡൻസാ. നമ്മ രണ്ടുപേരുടെയും പേരിന്റെ അവസാനം കിം എന്ന. സ്റ്റുഡൻസ്, നാളെ നമുക്കൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. എല്ലാരും നല്ലോണം വേണം പഠിച്ചിട്ട് വരാൻ. ഓക്കെ, ബൈ സ്റ്റുഡൻസ്. ചങ്കി, എന്റെയും റേച്ചലിന്റെയും നെയിമിന്റെ ലാസ്റ്റ് കിം എന്നാടാ. അളിയ, ശരിക്കും നിന്റെയും അവളുടെയും നെയിമിന്റെ ലാസ്റ്റ് ലെറ്റർ കിം എന്നാ? സൂപ്പർ, പൊളിച്ചു. അതെന്തായിരിക്കും അങ്ങനെ വന്നത്? നിന്റെ അച്ഛന്റെയും അമ്മയുടെയും രണ്ടാമത്തെ മോളായിരിക്കും അവള്. പിന്നെ ആയിരിക്കുമോടാ. അങ്ങനെയാണെങ്കിൽ പാക് ജിമിൻ പാക് റോസിന്റെ ബ്രദർ ആവണ്ടേ? ഓടാ, ആയിരിക്കൂല. ആയിരിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഓടാ പട്ടി, പേടിപ്പിക്കാതെ. ശരിക്കും ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. പിന്നെ നിനക്ക് ലഞ്ചിന് എന്താ ഫുഡ്? കുക്കി, ക്ലാസ്സിൽ റേച്ചൽ മോക്ക് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടാവോ? അല്ലെങ്കിൽ നിന്നെ പോലെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ 10ാം ക്ലാസ്സിൽ ഇരുന്നോലെ ആവോ? പിന്നെ അങ്ങനെയൊന്നും ആവൂല. അവൾ എന്റെ അല്ലേ മോള്. അവള് ഫ്രണ്ട്സിനെയൊക്കെ പെട്ടെന്ന് ഉണ്ടായിക്കോളും. പിന്നെ മമ്മി എപ്പൊക്കെയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതിരുന്ന കാര്യം കുത്തിപ്പൊക്കണ്ട. പിന്നെ അവള് നിന്റെ മാത്രം മോളല്ല, അവളെന്റെ വീക്കുട്ടന്റെയും കൂടി മോളാണ്. കുക്കി, നീ എത്ര പ്രാവശ്യം പറഞ്ഞാലും അവൾ വീക്കുട്ടന്റെയും കൂടി മോളാ. ദൈവം നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും. റയാൻ പഠിക്കുന്ന സ്കൂളിലാണ് കുക്കി മാഡത്തിന്റെ മോളും പഠിക്കുന്നത്. 6 hours later. നിങ്ങൾ പറയുന്ന സത്യമാണോ? റയാൻ പഠിക്കുന്ന സ്കൂളിലാണ് എന്റെ മോളും പഠിക്കുന്നത്. ഞാൻ പറയുന്ന സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് റയാനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തോളാം. അതിന്റെ കൂടെ എനിക്ക് എന്റെ മോളെയും കാണാലോ. ഓക്കെ സാർ. 1 hour later. ഈ കുട്ടൻ എവിടെയിരിക്കും? അവൻ ഹാപ്പിയും ഹെൽത്തി ആയിരിക്കും യോഞ്ചി. ചായ, വീക്കുട്ടൻ എവിടെ ഇരുന്നാലും ഹാപ്പിയും ഹെൽത്തിയും ആയിരിക്കും. ചായൻ കുക്കിയോട് വീക്കുട്ടനെ പറ്റി പറയണ്ട. അവളുടെ മുഖം ചേഞ്ച് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അവൻ എന്റെ ബ്രദറാ. അവനാണ് എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. കൂടാതെ അവൻ എന്റെ സോൾമേറ്റും. കുക്കി എത്ര ദേഷ്യം പിടിച്ചാലും ഞാൻ അവനോട് ചോദിക്കുക തന്നെ ചെയ്യും, എന്റെ വീക്കുട്ടൻ എന്ത് ചെയ്തിട്ടാ നീ അവനെ വിട്ടിങ്ങാട് ഒറ്റക്ക് താമസിക്കുന്നേന്ന്. ചായ, എനിക്ക് അവൻ വലുത് തന്നെ. ഹീസ് ഓൾസോ മൈ ബ്രദർ. എന്റെ ഫീലിങ്സ് ആദ്യം തിരിച്ചറിയേണ്ടത് അവനായിരിക്കും. വീക്കുട്ടിനെ പറ്റി പറയാനുണ്ടോ? ഹോബി ഫുൾ ടൈം അതേ പറയാറുള്ളൂ. One hour later. വീക്കുട്ടിനെ പറ്റി പറയാനുണ്ടോ? ഹോബി ഫുൾ ടൈം അതേ പറയാറുള്ളൂ. വീക്കുട്ടിനെ പറ്റി പറയാത്ത ദിവസമില്ല. അവനും അവന്റെ പോനും ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ വീട് ഫുള്ളും സന്തോഷമായിരുന്നാനെ. റേച്ചൽ മോൾ അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ ഇവിടെ കിടന്ന് തുള്ളി ചാടുകയായിരിക്കും. അല്ലേടാ? വീക്കുട്ടന്റെ മോന്റെ പേര് എന്തായിരിക്കും? പേരറിയില്ലടാ. അത് തന്നെ, കുക്കി മാത്രം ഹസ്ബൻഡ് ഇല്ലാതെ താമസിക്കുന്നു. വീക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ റേച്ചൽ മോളുടെ സന്തോഷം എത്രയുണ്ടായിരിക്കും. അവൾ ഈ വീട്ടിൽ തുള്ളി ചാടി കളിക്കും. റേച്ചൽ മോൾ എന്നും ചോദിക്കും അവളുടെ അച്ഛൻ എവിടെയെന്ന്. കുക്കിക്ക് ഇതുവരെ അതിനുള്ള ഉത്തരം കൊടുക്കാനായിട്ടില്ല. റേച്ചൽ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ചോദിക്കും ഈ ചോദ്യം. പക്ഷേ അവൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം അവളുടെ മുഖം വാടിയാണ് ഇരിക്കാറ്. ഞാൻ അടിക്കാൻ ചെന്നാലും എനിക്ക് അവളെ അടിക്കാൻ പറ്റാറില്ല. അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടാൽ അവൾ ശരിക്കും കുക്കിയെ പോലെ തന്നെയാണ്. എന്റെ കൊച്ചുമകൻ ആരെ പോലെ ആയിരിക്കും? എങ്ങനെ ആയാലും എനിക്ക് റേച്ചൽ മോളെ പോലെ തന്നെയാണ് അവനും. പാവം അവൻ. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തവനെ പോലെ അവന്റെ അച്ഛന്റെ കൂടെ ജീവിക്കുന്നു. വീക്കുട്ടിനെ പറ്റി പറയാത്ത ദിവസമില്ല. അവനും അവന്റെ പോനും ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ വീട് ഫുള്ളും സന്തോഷമായിരുന്നാനെ. റേച്ചൽ മോൾ അച്ഛനെ കിട്ടിയ സന്തോഷത്തിൽ ഇവിടെ കിടന്ന് തുള്ളി ചാടുകയായിരിക്കും.
അല്ലേടാ വീക്കുട്ടന്റെ മോന്റെ പേര് എന്തായിരിക്കും? ഷുഗ നീക്കറിയില്ല, നമുക്ക് ശരിയാക്കാം. എടാ എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് അവരെ ഒന്നിപ്പിക്കാൻ. എന്താടാ പ്ലാൻ? എടാ നീയും ജിനിയും കൂടെ ചെന്ന് കുക്കി മോളോട് പറയണം ഈ സൊസൈറ്റി മുഴുവനും ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയോ എന്നൊക്കെ. ഈ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് ഹാപ്പി ആയി ജീവിക്കണം. റേച്ചൽ മോൾക്ക് അവളുടെ അച്ഛന്റെ പ്രൊട്ടക്ഷൻ വേണം, അതുപോലെ നിന്റെ മോന് നിന്റെ വാത്സല്യവും വേണം. നീ ദയവായി വീക്കുട്ടന്റെ വീട്ടിലേക്ക് പോകണം. നിന്റെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സന്തോഷമാകാൻ നീ പോയേ പറ്റൂ. ഓക്കേടാ, ഞാൻ നീ പറഞ്ഞ പോലെ തന്നെ എല്ലാം ജിന്നിനോട് പറയാം. അങ്ങനെ ഞാനും ജിന്നിയും കൂടി ചേർന്ന് കുക്കിനോട് ഈ കാര്യമൊക്കെ അവതരിപ്പിക്കാം. ഓക്കെ ബൈ ഫ്രണ്ട്സ്. പപ്പ വന്നു. ബൈ റേച്ചൽ. പ്രിയ, നിനക്ക് സ്കൂളിൽ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ക്ലാസ് ഫുള്ള് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയില്ലോ. പിന്നെ പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ അറിയാൻ എന്നെ വിളിച്ചത്? സ്കൂളിൽ നീ പറ്റിയോ? എല്ലാവരായിട്ട് ഇടിയൊക്കെ ഉണ്ടാക്കിയോ നീ? പപ്പ, എന്റെ ക്ലാസ്സിൽ റേച്ചൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവളുടെ എന്റെയും പേരിന്റെ ലാസ്റ്റ് ഇല്ലേ കിം എന്നാ. എന്ത് നീ പറയണ സത്യമാണോ? പപ്പ, ഞാൻ പറയുന്ന സത്യമാണ്. A few moments later. I'm a nittu kali drunk, now a nal kali drunk. I'm a nittu kali, adichu boost Malayali. Rajini pola mask if I'm drunk, baby dance, simple moves theriyadu. Only night and moonwalk. ആ വാള് കൊണ്ട് ഞാൻ പൂക്കളം ഇട്ടു, കവലയില്ല ഞാൻ ആള് കളിച്ചു നോക്കി, ചിരിച്ച ചേച്ചിമാരെ തിരിഞ്ഞു നോക്കി, ഞാനും വിളിച്ചു ഡാൻസ്. I don't catch a fun, and the snow say I feel like the energy beauty so വെട്ടിച്ചു കൊട്ടുപട്ട് കെട്ടുപെട്ടു Hennessy. In a shop, tripping on top, vibing with the thing, chilling with the. അടുത്തത് എന്റെ ഡാൻസ്. One hour later. മോള് പോയി കിടന്നുറങ്ങി. കൊച്ചിനും വരുമ്പോ വാതല് ഫുഡൊക്കെ ഞാൻ എടുത്ത് കൊടുത്തോളാം. കുഴപ്പമില്ല അമ്മ, ഇച്ചായൻ വരുമ്പോ ഞാൻ ഫുഡൊക്കെ എടുത്ത് കൊടുത്തോളാം. അമ്മ പോയി കിടന്നുറങ്ങിക്കോ. എന്നാ ശരി മോളെ, ടേക്ക് കെയർ. യൂഞ്ചി നീ എവിടെയടി? ഇച്ചായ, ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ വെള്ളം അടിച്ച മനുഷ്യ. ക്യാ ബോളോ ചേച്ചി? ക്യാ ക്യാ? ചേച്ചി നിങ്ങളുടെ കുഞ്ഞമ്മ. പ്യാരി പ്യാരി അമ്മ മേരി മീട്ടേ മീട്ടേ ദൂതുപില. നാളെ നിന്റെ അച്ഛൻ വെറും കൂതറ. അച്ഛൻ ഇന്ന് വെള്ളം ഒടിച്ചിട്ടാ വന്നത്. അച്ഛൻ അറിയണ്ടല്ലോ വീട്ടിൽ രണ്ടുപേര് കാത്തിരിക്കണ കാര്യം. എന്നിട്ട് ഉറക്കത്തേ കിടന്ന് പിച്ചും പേയും വിളിച്ചു പറയും. The next day. തല എന്താ ഇങ്ങനെ വേദന എടുക്കണേ? ഇന്നലെ രാത്രി എന്തായിരിക്കും സംഭവിച്ചേ? യോഞ്ചി, ഇന്നലെ രാത്രി എനിക്ക് എന്താ പറ്റിയത്? എന്നാ നിന്റെ ചായ. താങ്ക്സ് മമ്മി കോഫി വന്നേന്. യോഞ്ചി എവിടെ? ആ ഹിന്ദിക്കാരൻ എണീറ്റോ? വെള്ളം അടിച്ചതിന്റെ കെട്ടൊക്കെ മാറിയോ? ആരാ ഹിന്ദിക്കാരൻ? പിന്നെ സോറി, വെള്ളം അടിച്ചു വന്നേന്. കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ വെള്ളം അടിച്ചു വന്നതാ അറിയാതെ. നിങ്ങൾ തന്നെയാണ് ഹിന്ദിക്കാരൻ. നിങ്ങളല്ല രാത്രി കിടന്ന് പിച്ചും പേയൊക്കെ വിളിച്ചു പറഞ്ഞേ. ഇനി മേലാൽ കുടിച്ചോ ഇത്. ഇനി മുതൽ ഞാൻ ഒറ്റക്കല്ല, എന്റെ വയറ്റിൽ കിടന്ന് നിങ്ങൾ കൊച്ചും വളരണ്ട്. സോറി, ഞാനിനി ഒരിക്കലും കുടിക്കൂല. 6 hours later. ജീനി, നീ എവിടെയായിരിക്കും? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ എന്നോട് പറയാനുള്ളേ? ഷുഗ എന്നോടൊരു പ്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവര് തമ്മിൽ ഒന്നിപ്പിക്കാൻ. എന്താ പ്ലാൻ ചായ? അത് നല്ല പ്ലാനാണോ? ഷുഗ എന്നോട് പറഞ്ഞോണ്ട് സമയത്ത് ഞാൻ കേട്ടപ്പോ നല്ല പ്ലാൻ ആയിരുന്നു. പ്ലാൻ ഇതാണ്: ഞാനും നീയും കൂടി ചെന്ന് കുക്കിമോളോട് പറയണെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് ജീവിക്കണം. സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ എന്തുകൊണ്ട് കുക്കി വീട്ടിൽ താമസിക്കുന്നു, അവളുടെ ഹസ്ബൻഡ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വിടാം. അതാണ് ആ പ്ലാൻ. ഓക്കെ, നല്ല പ്ലാനാ. നമുക്കിതൊന്ന്
ചെയ്ത് നോക്കിയിരുന്നത്.